ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ HT മോഡൽ. അത് നമുക്ക് ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന നേരത്ത് കുറച്ച് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്, അതായത് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് ഐഡലിങ്ങുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റാണ് കാണിക്കുന്നുള്ളൂ. കാരണം പ്രത്യക്ഷത്തിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചോക്ക് വലിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് വണ്ടി റേസായി. നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടുപോയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് വീട്ടിൽ പോയി എടുത്തേർന്ന വണ്ടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുവരുമ്പോഴും വേറെ കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനായാലും ആവറേജൊക്കെ ഉണ്ട്, അത്യാവശ്യമുണ്ട്. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി. പുതിയ ഫിൽറ്റർ കിടക്കണം, കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പൊതുവേ ഓട്ടം കുറവാണ് വണ്ടിക്ക്. വേരിയേറ്ററൊക്കെ നല്ല വേരിയേറ്ററാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ വേരിയേറ്റർ കിടക്കണം. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനായാലൊക്കെ നല്ലതാണ്. ബെൽറ്റും നല്ല ബെൽറ്റ് കിടക്കണേ, കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് നോക്കണുണ്ട്. വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലായിട്ടുള്ള വർക്കിംഗ്, പെർഫോമൻസൊക്കെ ഓക്കെയാണ്. പെൻഡെക്സ് യൂണിറ്റിൻ്റെ ആയാലും പെർഫോമൻസൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് നിലവിൽ കാർബറേറ്റർ ട്യൂണിങ്ങിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. ട്യൂണിങ്ങാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നാലും കുറേ കഴിയുമ്പോഴത്തേക്കും കാർബറേറ്ററിൻ്റെ അടിയിൽ പെട്രോൾ കിടന്ന് മെൽറ്റായ രീതിയിലുള്ള ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ടും അത് ചെയ്യില്ല. കാരണം സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മളിപ്പോൾ അഡീഷണൽ കാർബറേറ്റർ അഴിക്കാമെന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു 350 രൂപ 400 രൂപ നമുക്കതിന് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ട്യൂൺ ചെയ്തിട്ട് വണ്ടി ഉപയോഗിക്കാം. കാരണം പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിക്കുമ്പോഴും വേറെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം. വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. വീണ്ടും പ്രശ്നം കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കൊന്ന് അഴിച്ച് കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരും. ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 400 രൂപ നമുക്ക് അതിന് മാത്രം നമുക്ക് ചിലവ് തന്നെയുണ്ട്. അത് ആ ക്ലീനറും ലേബറും എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ആ റേറ്റ് വരും. പിന്നെ ഏതെങ്കിലും ജെറ്റോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റേണ്ടതായിട്ടൊക്കെ വരും. പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഫീലില്ല. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയൊക്കെ ആയാലും ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ്. അതിൻ്റെ സസ്പെൻഷൻ ലിങ്ക് ടൈപ്പാണ്. അത് നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ആയാലും ബോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 12.5-9 ആ റേഞ്ച് വരെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. 2023 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സെൽഫൊക്കെ അടിച്ചിട്ട് വേണ്ടി സ്റ്റാർട്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കാർബറേറ്ററിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കണതാണ്. അത്യാവശ്യം നല്ല പ്ലഗ് കിടക്കണം കേട്ടോ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം. ഇത് ഫോം ടൈപ്പാണ്. അത് നമുക്കിവിടെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കളഞ്ഞേക്കാം. ഏകദേശം ഒരു 50 രൂപ അടുത്തേക്ക് കോസ്റ്റ് വരുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് എഞ്ചിൻ ഓയിൽ മാറാം. അത്രയും വർക്കാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.